റെഡി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമുക്ക് പെട്ടെന്ന് ഇന്നൊരു ഗെറ്റ് റെഡി വീഡിയോ എടുത്താലോ? ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയൊരു ഗെറ്റ് റെഡി വീഡിയോ എടുക്കാന്ന്. അപ്പൊ പെട്ടെന്ന് നമുക്ക് റെഡി ആയിട്ട് സെറ്റ് ആയിട്ട് പോവാന്ന്. അപ്പൊ എല്ലാവർക്കും എൻ്റെ ഗെറ്റ് റെഡി വീഡിയോയിലേക്ക് വെൽക്കം. ചെറിയൊരു ഗെറ്റ് റെഡിയാണ്. ചെറിയൊരു കുർത്തയൊക്കെ ഇട്ടിട്ട് ചെറിയൊരു ഒരു നോർമൽ ഒരു കോളേജ് പോവുക അല്ലെങ്കിൽ ഓഫീസിൽ പോവുക, പെട്ടെന്ന് ക്വിക്കായിട്ട് നമുക്ക് എങ്ങനെ ഒരുങ്ങാന്നുള്ളത് എപ്പോഴും നോർമലി ചെയ്യുന്ന പോലെ തന്നെയാണ്. എന്നാലും കുറച്ച് വ്യത്യാസങ്ങൾ നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ്. സെബാവട്ടിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ഇപ്പം റീസെൻ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഞാൻ ചെറിയൊരു ലിപ് ബാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. നോർമൽ നമ്മുടെ വാസ്ലിൻ്റെ ലിപ് ബാം തന്നെയായിട്ട് ഞാൻ യൂസ് ചെയ്തത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. പ്ലസ് നമ്മളെ സൺസ്ക്രീന് ഇത് കഴിഞ്ഞു കേട്ടോ. എല്ലാം എടുത്ത് അങ്ങേറ്റം എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം എനിക്ക് ഒരു ഇത് മേടിക്കണം. 1.5 മാസം ഞാൻ ശരിക്കും ഇത് യൂസ് ചെയ്തേ. അപ്പോൾ ഇനിയിപ്പം അടുത്തത് എന്തായാലും മേടിക്കാനായി. ഞാൻ എപ്പോഴും കഴുത്തിൽ സൺസ്ക്രീൻ ഇടാനും മറന്നു പോകും കേട്ടോ. എൻ്റെ ഒരു മിസ്റ്റേക്കാണ് അത്. എപ്പോഴും ഞാൻ മറക്കും. പിന്നെ കണ്ടോ എൻ്റെ മുടിയൊക്കെ ഇച്ചിരി ഉള്ളിപ്പോൾ വെട്ടിക്കളഞ്ഞു. അപ്പൊ നമുക്ക് വേഗം സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാം. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ മുടി മാത്രം ഇഷ്ടമില്ലാത്തുള്ളൂ. വൃത്തികെട്ട മുടിയാണ്. അത്യാവശ്യത്തിന് നമ്മൾ പോകാൻ കിടക്കുമ്പോൾ നമ്മളെ മുടി നമുക്ക് നല്ല പണി തരും. സൺസ്ക്രീനും കൂടി ഇടുമ്പോഴേക്കും ഒരു ചെറിയൊരു മാറ്റമൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഞാൻ താഴെ മറ്റേ ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ, മിറർ വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ താഴെ എപ്പോഴും ലുക്ക് കൊടുക്കുന്നത്. അപ്പൊ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഒലയുടെ ക്രീം ഒരു ഇച്ചിരി തേച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച്. ഇത് നാച്ചുറൽ വൈറ്റ് നാച്ചുറൽ ഓറ എന്ന് പറയുന്നിട്ട് ഒലയുടെ ഒരു ഡേ ക്രീമാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പൊ തന്നെ കുറച്ചൊരു ഗ്ലോ ഒക്കെ നമുക്ക് തോന്നും കേട്ടോ. സീരിയസ് ആയിട്ട് പറഞ്ഞതാ. ഒരു ഇച്ചിരി ഒരു ഗ്ലോ ഒക്കെ നമുക്ക് ഫേസിൽ ഫീൽ ചെയ്യും. എന്നിട്ട് നമ്മൾ നമ്മുടെ ഐബ്രോ ചെയ്യാൻ പോവാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നോർമലി എൻ്റെ കയ്യിൽ ഇത്ര ഒരു കുഞ്ഞി ഒരു കുണുക്ക് സാധനമുള്ളത് കഴിഞ്ഞ് നോർമൽ ഐബ്രോ പെൻസിലാട്ടോ. അത് വെച്ചിട്ട് നമുക്ക് എന്താക്കാം, നമ്മുടെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എനിക്കാണെങ്കിൽ ഐബ്രോ പെൻസിൽ ഞാനിപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ജോലി കാരണം എല്ലാം കൂടെ കാരണം എനിക്ക് ഒരു രീതിയിൽ സമയം കിട്ടാത്തത് കാരണം ഭയങ്കര അവസ്ഥയാണ്. കോപ്പിലവസ്ഥയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഭയങ്കര ദേഷ്യം വരും ഇടയ്ക്ക്. ഇതൊന്നും വാങ്ങാം. എപ്പോഴും എനിക്ക് വാങ്ങണം. എവിടെ വാങ്ങുന്നത്? ഇനിയിപ്പോൾ ഓൺലൈനിൽ ഓർഡർ ചെയ്താലോ എന്നൊക്കെ ആലോചിക്കുക. എന്തായാലും ഒരു ഐബ്രോ ഈ ഫില്ല് ചെയ്യുന്ന ഒരു സാധനം ഒന്ന് മാറ്റി പിടിക്കണം. വർഷങ്ങളായിട്ട് ഇടയ്ക്ക് ഞാൻ ഒരു ബ്ലാക്ക് വാങ്ങിയായിരുന്നു. പക്ഷെ അത് ഞാൻ തേക്കുമ്പോഴേക്കും അതിട്ടിട്ട് ഐബ്രോ ഫില്ല് ചെയ്യുമ്പോഴേക്കും ഹസ്ബൻഡ് പറയുന്നത് നീ മറ്റേ ഡോംഗ്ലി അമ്മേനെ പോലെ ഉണ്ട് എന്നൊക്കെയാണ്. അപ്പൊ പിന്നെ നമ്മുടെ കോൺഫിഡൻസ് അങ്ങനെ പോകും. ഇന്നലെയാണെങ്കിൽ ഒടുക്കത്തെ മഴ, ഇന്നാണെങ്കിൽ ഒടുക്കത്തെ ചൂടും. എന്തൊരു വൃത്തികെട്ട കാലാവസ്ഥയാണോ എന്തോ. വൈകുന്നേരമൊക്കെ ആവുമ്പോഴേക്കും ഭയങ്കര ഇത് വരും. നോർമൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐബ്രോ ഫില്ല് ചെയ്താൽ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആണ്. എത്ര പേർക്കുണ്ട് അങ്ങനെയെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ കാര്യം കേട്ടോ പറയുന്നത് ഭയങ്കര കോൺഫിഡൻസ് ആണ്. ഇന്ന് എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് കണ്ണ് എഴുതി കൊടുക്കാം. നമുക്ക് നോർമൽ കാജൽ എടുത്തിട്ട് താഴെ മാത്രം എഴുതി കൊടുക്കാം.
ഇതൊക്കെ എഴുതുന്നുള്ളൂ. പക്ഷേ ഈ ഒരു കാജൽ വലിയ ക്വാളിറ്റി ഒന്നുമില്ല. കളർ എസൻസിന്റെ കാജലാട്ടോ. ഇതൊരു ക്വാളിറ്റി ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. വൈകുന്നേരം വരെ ഒന്നും ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് അടിപൊളിയായിട്ടൊന്നും നിൽക്കൊന്നുമില്ല. നമ്മുടെ LITയുടെ ഉണ്ടല്ലോ ആ സാധനം അടിപൊളിയാണ്. രാവിലെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമുക്ക് എന്നിട്ട് നമ്മുടെ ഈ മെയിൻ ആയിട്ടുള്ള നമ്മുടെ എന്താ പറയുക മസ്കാര ഇട്ട് കൊടുക്കുക കേട്ടോ. മസ്കാര എപ്പോഴും നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റായിട്ട് ഒരു മോയ്സ്ചറൈസറും കുറച്ച് സൺസ്ക്രീനും എന്തെങ്കിലും ഇട്ടിട്ട് ലിപ്സ്റ്റിക്കും നമ്മൾ ഐബ്രോ ഫില്ല് ചെയ്യുക. എന്നിട്ട് മസ്കാരയും കൂടെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയാട്ടോ. ഇന്നിപ്പോൾ ഞാനൊരു ക്രീം കളർ കുർത്തി, ഞാൻ സ്റ്റുഡിയോന്ന് വാങ്ങിയ കുർത്തിയാണത്. നമ്മളൊക്കെ നോർമലായിട്ട് ഇങ്ങനെ ഒരുങ്ങി പോകുന്നവരാ. നമ്മളെ കയ്യിൽ ഭയങ്കര പ്രൊഡക്റ്റ് ഒന്നുമില്ല. നമ്മളതൊക്കെ നമുക്ക് നോർമലായിട്ട് ഒരുങ്ങി പോകണം. ഭയങ്കര എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ഒന്നും യൂസ് ചെയ്യാതെ നോർമലായിട്ടൊക്കെ ഇങ്ങനെ ഒരുങ്ങി പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുടെ അടുത്ത് മസ്റ്റായിട്ട് വേണ്ട 2-3 സാധനങ്ങൾ മാത്രമുള്ള എൻ്റെ കയ്യിൽ. അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ മാത്രമേ ഈ വീഡിയോ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരുങ്ങിപ്പോയാലും ഒരു രസമുണ്ട്. പണ്ടൊക്കെ നമ്മളിങ്ങനെയല്ലേ സ്കൂളിലൊക്കെ പോകുമ്പോൾ സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെയല്ലേ ഒരുങ്ങി പോവാൻ. നമ്മൾ മസ്കാരം കൂടെ അങ്ങ് ഇട്ടുമ്പോഴേക്ക് കണ്ണൊന്നും അറിയില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനൊരു പൊട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് പൊട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇത്രേ ഉള്ളൂ. കൂടുതലൊന്നും ചെയ്യണ്ട. എന്നിട്ട് ഞാൻ ഹുദ കളർ ലിപ് ഗ്ലോസിന്റെ ഒരു നല്ലൊരു കളർ എടുത്തിട്ട് ഞാൻ എൻ്റെ ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെനിക്ക് നല്ല ചേരുന്ന കളറായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഒരു ഗ്ലോ ഉള്ള ഒരു ലിപ്സ്റ്റിക് ആണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഭയങ്കര നല്ല ലിപ്സ്റ്റിക് ആട്ടോ. പിന്നെ എൻ്റെ കയ്യിലൊരു ഞാൻ എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. നമ്മുടെ സ്റ്റുഡിയോന്റെ തന്നെ ഒരു ഹണി ലിപ് ബാം ഉണ്ട് കേട്ടോ. ഒന്നിനും കൊള്ളത്തില്ല, ഒരുമാതിരി സാധനം. ഞാൻ അതെടുത്തിട്ട് ആകെ ഞാൻ ഉപയോഗിക്കാറുള്ളത് ഞാൻ എൻ്റെ മൂക്കിൽ കുറച്ച് ബ്ലോക്ക് വേണ്ടി തേച്ചു കൊടുക്കാം. അത്രയും ഓയിലാണ് അത്. കണ്ടോ, ഭയങ്കര ഓയിലി സാധനമാണ്. എന്തിനാ ഈ സാധനം എനിക്കറിയില്ല. അത്രയ്ക്ക് ഒരു ഇതും ഇല്ലാത്ത ഞാൻ ഇങ്ങനെയൊക്കെ ഞാൻ ചിലപ്പോൾ ഇട്ട് കൊടുക്കും. ഞാൻ അങ്ങനെ എപ്പോഴും ഇട്ട് കൊടുക്കാറില്ലട്ടോ. ഇന്നിപ്പോൾ ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ പിന്നെ ഇട്ട് കൊടുത്തതെന്നുള്ളൂ. ഞാൻ ഇടയ്ക്ക് ഒരു ബ്ലോക്ക് വേണ്ടിയിട്ട് ഞാൻ സത്യം പറയാം ഇത് ഞാൻ എടുത്തിട്ട് യൂസ് ചെയ്യാറുണ്ട്. നമ്മുടെ മുടിയുടെ കാര്യത്തിലോട്ട് വരുമ്പോഴാണ് നമ്മൾ എപ്പോഴും പണി പാടുന്നത്. കണ്ടില്ലേ, ഭയങ്കര ഷോക്കാണ് എൻ്റെ മുടി. മറ്റേ ഒരു മര്യാദയ്ക്ക് നിൽക്കുകയില്ല. അതെന്താന്ന് എനിക്കറിയില്ല. ഭയങ്കര പാടാണ് മുടി ഒന്ന് സെറ്റാക്കി നിർത്തുക എന്ന് നിൽക്കുന്നത്. ഇന്ന് നമുക്ക് എന്തായാലും ഒന്ന് ജസ്റ്റ് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുക്കാം. ആ മുടിയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ ഈ സ്ട്രേസനിൽ അങ്ങനെ തന്നെയാണ് പറയാൻ തോന്നുന്നത്. ഞാൻ അതിൻ്റെ സെറം കുറച്ചൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മുടിക്ക് നല്ല മണമായിരിക്കും കേട്ടോ. ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല സ്മെല്ലാണ് ഇതിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ മണം. അപ്പൊ ഇതാണ് നമ്മൾ മുടിയൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏകദേശം ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഇത്രയും സിമ്പിളാണ് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള ലുക്ക്. ഇതാണ്. ഇനി നമ്മൾ കുറച്ച് കയ്യിലും കാലിലും ഒക്കെ കുറച്ച് സൺസ്ക്രീനോ മോയ്സ്ചറൈസറോ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ സൺസ്ക്രീൻ ഉണ്ട്, പക്ഷേ പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റൂല എന്ന് തോന്നുന്നു. അത് കാരണം ഞാൻ അതല്ല ഇട്ട് കൊടുക്കുന്നത്. ഞാനിപ്പോൾ കുറച്ച് ബഞ്ചാറസിന്റെ ഇത് മേടിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി സൺസ്ക്രീൻ ഇടുന്നത് നല്ലതാട്ടോ, അത്രയും വെയിലുള്ളത് കാരണം. പക്ഷെ ഇതൊന്നും ഞാൻ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ച് നല്ല സ്മെല്ലും കിട്ടും. ഒരു റോസ് കൈറ്റ് മണം എന്ന് പറയില്ലേ, ആ ഒരു സ്മെല്ലും കിട്ടും. അതേപോലെ തന്നെ കുറച്ചിങ്ങനെ എന്താ പറയുക, ഒരു മോയ്സ്ചറൈസർ നമുക്ക് തേക്കുന്ന പോലെ ഒരു ഫീലൊക്കെ ഉണ്ടാവും കേട്ടോ. ഫേസിലും അത് തേക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നെ മുടി കണ്ടില്ലേ, കുറച്ച് മുടിയുള്ളൂ. ഇപ്പോൾ
നമ്മളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിത് കെട്ടി വെക്കും കേട്ടോ, ഞാൻ ഇങ്ങനെ തന്നെ ഇട്ടിട്ട് പോവില്ല. കാരണം നമ്മൾ ചൂടും പുകയും പിന്നെ ആകെ ഇച്ചിരിയുള്ള കോഴിവാൽ എടുത്തിട്ട് നമ്മള് എന്താ പറയാ എന്തേലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ, ഞാൻ അയൺ ചെയ്തിട്ടില്ല, അതിൻ്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഗെറ്റ് റെഡി വീഡിയോ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ജിമിക്കി ഇട്ടിട്ട് പോകണമെന്നുണ്ട്, പക്ഷെ ഇതിന് നമ്മൾ ജിമിക്കി ഇട്ടാലേ ഒരു രസം ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ അത് ഇടണ്ട. പ്ലസ് നമുക്ക് ഇത് നമ്മൾ വളയിട്ടാലും രസം ഉണ്ടാവില്ല. സോ നമുക്ക് എന്താ ചെയ്യാം, നമുക്ക് വാച്ച് കെട്ടി കൊടുക്കാം. അപ്പൊ നോർമൽ ഒരു വാച്ച് ഇതാണ്ടേ, സിൽവർ കളർ വാച്ചാണ് നമ്മൾ കെട്ടിക്കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ സ്പ്രേ അടിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. ഞാൻ ഏതെങ്കിലും ഒരു സ്പ്രേ എടുത്ത് അടിക്കും. എനിക്ക് സമയമായി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പോകാൻ സമയമായി. ഇനിയിപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബസ് പോവും, പിന്നെ ഞാൻ അടുത്ത ബസ്സിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോറേജ് ഇല്ലാത്തത് കാരണം ഭയങ്കര സീനാണ്. കൂടുതൽ ഞാൻ വീഡിയോ ഒന്നും കിട്ടുന്നില്ല. ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്തതാണ്, ഡ്രസ്സ് മാത്രം തേച്ചില്ല എന്നുള്ളൂ. അത് കാര്യമൊക്കെ ഉണ്ടാ, നിങ്ങൾ ഡ്രസ്സൊക്കെ തേച്ചിട്ട് ഇട്ടിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളത് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ.